Okay, my dear students, നമ്മൾ ഇന്ന് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ പാർട്ട് 12 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ബാർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷനും ഒപ്പം തന്നെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എക്സ്റ്റൻഷൻ ഓർ ഷോർട്ടണിങ് ഓഫ് എ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു കംപ്രസീവ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബാറിൽ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ബാറ് അതിൻ്റെ ബ്രെഡ്ത്ത് ഡിക്രീസ് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അത് ശ്രമിക്കും. അതേപോലെ തന്നെ അതിൽ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതെന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് ഷോർട്ടൻ ചെയ്ത് അതിൻ്റെ ബ്രെഡ്ത്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് കംപ്രസീവ് ഫോഴ്സും അതേപോലെ തന്നെ ടെൻസൈൽ ഫോഴ്സും ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബാറിലുണ്ടാവുന്ന എക്സ്റ്റൻഷനും ഷോർട്ടണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ആയിട്ടും ദെൻ അതിൽ ആക്ട് ചെയ്യുന്ന ആക്സിൽ ഫോഴ്സ് പി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു പി ബൈ എ ആയിരിക്കും. ദെൻ നമുക്കറിയാം സ്ട്രെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ ഈ എക്സ്റ്റേണൽ ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ബാറിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ആണ് അവിടെ സ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹൂക്സ് ലോ അനുസരിച്ചിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ അവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എയും സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ ബൈ എൽ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പി എൽ ബൈ എ ഡെൽറ്റ എന്ന് കിട്ടും. ദെൻ അതിനെ എക്സ്റ്റൻഷൻ ഓർ ഷോർട്ടണിങ് ഡെൽറ്റ ഈക്വൽ ടു പി എൽ ബൈ എയിലേക്ക് എന്ത് ചെയ്യും, മാറ്റും. ഓക്കെ, ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡ്യൂളിൽ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ പ്രോബ്ലംസും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എ സർക്കുലർ റോഡ് ഓഫ് ഡയമീറ്റർ 20 mm ആൻഡ് 500 mm ലോങ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ഫോഴ്സ് ഓഫ് 45 kN. Modulus of elasticity of steel may be taken as 200 kN per mm square. Find stress, strain and elongation of bar. അപ്പോൾ ഇവിടെ ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് റോഡ് 500 mm തന്നിട്ടുണ്ട്. ദെൻ ഡയമീറ്റർ ഓഫ് റോഡ് എന്ന് പറയുന്നത് 20 mm ആണ്. ദെൻ അതിൽ ആക്ട് ചെയ്യുന്ന അപ്ലൈഡ് ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 45 kN ആണ്. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 200 kN per mm square ആണ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഗിവൺ ഡാറ്റാസ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ സ്ട്രെസ്സ്, സ്ട്രെയിന് അതേപോലെ തന്നെ ഇലോങ്ങേഷൻ ഓഫ് ബാറ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതി. ദെൻ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, പി ബൈ എ ആണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു പി ബൈ എ. ഇവിടെ ഏരിയ ഓഫ് ബാർ നമുക്ക് തന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡയമീറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബാറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 314.16 mm സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.143 kN per mm സ്ക്വയർ എന്ന് കിട്ടും. ദെൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനി സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടി, അതേപോലെ തന്നെ സ്ട്രെസ്സും കിട്ടി. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെയിൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് സ്ട്രെയിൻസ് ഈക്വൽ ടു എന്താണ്, സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, റീഅറേഞ്ച് ചെയ്യുക. ആ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7.15 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടും. പിന്നെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നമ്മൾ തേർഡ് വൺ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലോങ്ങേഷൻ ഓഫ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, പി എൽ ബൈ എ ആണ്. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് 45 kN ആണ്, എൽ എന്ന് പറയുന്നത് 500 ആണ്, ദെൻ എ എന്ന് പറയുന്നത് 314.16, ദെൻ നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 200 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലുള്ള ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് 0.358 mm എന്ന് കിട്ടും. ഓക്കെ, നമ്മളിനി അടുത്ത പ്രോബ്ലമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എ ടിമ്പർ പോസ്റ്റ് ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഹാസ് its width 2 times its thickness.
When loaded axially with 10 kilonewton load, it is shortened by 0.052 mm per meter. If modulus of elasticity for timber is 0.15 into 10 raised to 5 Newton per mm square, calculate the sectional dimensions of post. അപ്പോൾ നമുക്ക് ഗീവൺ ഡാറ്റാസ് നമ്മൾ എടുത്ത് എഴുതണം. നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്, ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താ, 2 times its തിക്നെസ് ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2T എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിലുള്ള അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 10 kN ആണ്. മോഡൽ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0.15 into 10 raised to 5 ആണ്. ദെൻ ആ ബാറിൽ ആക്ട് ചെയ്യുന്ന അതിൻ്റെ ഷോക്ക് ടേണിങ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ബാർ ഷോർട്ടൺ ചെയ്യുന്നത് 0.052 mm per meter ആണ്. അപ്പോൾ നമുക്ക് mm per meterനെ യൂണിറ്റ് കൺവേർഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലത്തേക്ക് കടക്കുന്ന സമയത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൻ ഡാറ്റാസ് എടുത്ത് എഴുതി. നമുക്കറിയാം തിക്നെസ് എന്ന് പറയുന്നത് ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് 2 times തിക്നെസ് ആയതുകൊണ്ട് വിഡ്ത്ത് നമ്മൾ 2T ആയിട്ട് എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ദെൻ ഇതിൽ ആക്ട് ചെയ്യുന്ന അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 10 kN ആണ്. ദെൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0.15 into 10 raised to 5 Newton per mm square ആണ്. ദെൻ ഇതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഷോർട്ടണിങ് എന്ന് പറയുന്നത് 0.052 mm per meter ആണ്. അപ്പോൾ 1 meter is equal to 1000 mm ആണ്. അപ്പോൾ അത് ഓർമ്മ വയ്ക്കുക. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, യൂണിറ്റ് കൺവേർഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 mm ലെങ്ത്തിലേക്ക് എന്ത് ചെയ്യണം, ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫോർ 1000 mm ലെങ്ത് ബാർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എത്രയാണ്, 0.052 ആണ്. അപ്പോൾ 1 mm കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക, 0.052 ഡിവൈഡ് ബൈ 1000 വരും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എന്ത് കിട്ടുക, നമ്മളുടെ ആ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക, 0.052 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു L, അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ അല്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ L ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഷോർട്ടണിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PL/AE ആണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, 0.052 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈസ് ഈക്വൽ ടു PL/AE ആണ്. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് എത്രയാണ്, 10 kN ആണ്. അപ്പോൾ നമ്മൾ കിലോ ന്യൂട്ടൺ നമ്മൾ ചെയ്തിട്ടുണ്ട് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ 10 into 1000 വന്നിരിക്കുന്നത്. ഇൻറ്റു L നമുക്ക് ഗിവൺ അല്ല, അതുകൊണ്ട് L ആയിട്ട് തന്നെ എടുത്തു. ദെൻ ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം റെക്റ്റാങ്കുലർ സെക്ഷനാണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, mm ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 2T ആണ്. തിക്നെസ് എന്ന് പറയുന്നത് T ആണ്. അപ്പോൾ 2T into T ആയിരിക്കും ആ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ദെൻ അതിൽ തന്നിരിക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0.052. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0.15 into 10 raised to 5 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് T² is equal to 6410.25 എന്ന് കിട്ടും. ദെൻ അതിൽ നിന്ന് നമുക്ക് തിക്നെസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, 80.06 mm ആയിരിക്കും. ദെൻ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 times its തിക്നെസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 160.12 mm ആയിരിക്കും. ഓക്കെ, നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് എ ഹോളോ സ്റ്റീൽ കോളം ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 300 mm ഹാസ് ടു സപ്പോർട്ട് ആക്സിയൽ ലോഡ് 2500 kN if ultimate stress of steel column is 480 Newton per mm square. Find internal diameter of the column. Take factor of safety as 4. അപ്പോൾ ഇതിൽ നമുക്ക് ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ 300 mm തന്നിട്ടുണ്ട്. ഇൻറ്റേർണൽ ഡയമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അതിന് നമ്മൾ DI എടുത്തിട്ടുണ്ട്. ദെൻ ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 2500 kN ആണ്. ദെൻ ഇവിടെ ആക്ട് ചെയ്യുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് 480 Newton per mm square ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിൽ കിടക്കുന്ന സമയത്ത് ഗിവൺ ഡാറ്റാസ് എല്ലാം തന്നെ എടുത്ത് എഴുതി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ
വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആണ് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വർക്കിംഗ് സ്ട്രെസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് പറയുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരിക്കും. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 120 Newton/mm². കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഇസ് ഈക്വൽ ടു P/A ആണ്. അപ്പോൾ P/A ഇസ് ഈക്വൽ ടു 120 നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് P എന്ന് പറയുന്നത് എത്രയാണ്, 2500 kN ആണ്. അപ്പോൾ 2500 × 10⁻³ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ അറിയില്ല. അപ്പോൾ നമ്മൾ ഏരിയ എന്ത് ചെയ്തു, കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ എനെ എ തന്നെ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണു, അതിനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏരിയ ഇസ് ഈക്വൽ ടു 2500 × 1000 ഡിവൈഡ് ബൈ 120 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടുന്നത് 20,833.33 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹോളോ സർക്കുലർ സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ π/4 × ഔട്ടർ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇന്നർ ഡയമീറ്റർ സ്ക്വയർ. അത് ചെയ്യുന്ന സമയത്ത് ഔട്ടർ ഡയമീറ്റർ നമുക്കറിയാം 300 mm ആണ്. ദെൻ ഇന്നർ ഡയമീറ്റർ നമുക്കറിയാത്തത്. ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, ആ ഏരിയയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് 251.94 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് സ്റ്റെപ്പ്ഡ് ബാസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൻ്റെ പ്രോബ്ലം നമ്മൾ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയയും അതിൻ്റെ ലെങ്ത്തും അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എല്ലാത്തിലും ഈക്വൽ ആവണമെന്നില്ല. ലോഡ് വേരി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലോഡും മാറി എടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ സെക്ഷനും അതേപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനും മൂന്നാമത്തെ സെക്ഷനും നോക്കുക. അതിൽ ആക്ട് ചെയ്യുന്ന അതിൻ്റെ ലെങ്ത്ത്, അതിലുണ്ടാവുന്ന എക്സ്റ്റൻഷൻ, അതിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റി എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം Δ1 എന്ന് പറയുന്നത് PL1/A1E1 എന്ന് എഴുതണം. ദെൻ Δ2 എഴുതുന്ന സമയത്ത് PL2/A2E2 എന്ന് എഴുതണം. ദെൻ മൂന്നാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് PL3/A3E3 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ടോട്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ തന്നിരിക്കുന്ന ഈ മൂന്നെണ്ണത്തിൻ്റെ എന്തായിരിക്കും, സമ്മായിരിക്കും. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് സെയിം ആണെങ്കിൽ മാത്രമാണ് ഇവിടെ പി എന്താ വരിക, ഒരു കോമൺ ഫാക്ടറായിട്ട് വരിക. ഇപ്പോൾ പി ഡിഫറെൻ്റായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പിയും ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ. സ്റ്റെപ്പ്ഡ് ബാസ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലത്തിൽ കിടക്കാം. കാൽക്കുലേറ്റ് ദ P4 ആൻഡ് ദ ടോട്ടൽ എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ ഷോൺ ഇൻ ഫിഗർ. Take modulus of velocity is equal to 2 × 10⁵ Newton/mm². All forces shown in kilonewton. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ളൊരു ബാസാണ്. അപ്പോൾ അതിൽ 3 പോർഷൻ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോർഷനിൽ ഒരു 80 kN ഫോഴ്സ് ടെൻസൈൽ ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പിക്ചറിൽ നോക്കുക, അവിടെ 60 kN ഒരു കംപ്രസീവ് ആയിട്ടാണ് ഫോഴ്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ തേർഡ് പിക്ചറിൽ 40 എന്താണ്, ടെൻസൈൽ ഫോഴ്സാണ്. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 600 mm ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1600 mm² ആണ്. ദെൻ രണ്ടാമത്തെ സെക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 800 mm ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 900 mm² ആണ്. ദെൻ ലാസ്റ്റ് സെക്ഷൻ തേർഡ് സെക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1000 mm ആണ്. ദെൻ അതിൻ്റെ ഏരിയ 400 mm² ആണ്. അപ്പോൾ ഈ ലോഡുകൾ എല്ലാത്തിനും എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ സെക്ഷൻ നോക്കുക. ഒന്നാമത്തെ സെക്ഷനിൽ 80 kN ടെൻസൈൽ ഫോഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഒന്നാമത്തെ സെക്ഷനിൽ എന്ത് തന്നെയായിരിക്കും, 80 kN ടെൻസൈൽ തന്നെയായിരിക്കും. അതാണ് അവിടെ റെഡ് കളറിൽ ഒന്നാമത്തെ സെക്ഷനിൽ വരച്ചിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ സെക്ഷൻ നോക്കുക. രണ്ടാമത്തെ സെക്ഷനിൽ ക്വസ്റ്റ്യനിൽ കംപ്രസീവായിട്ട് എന്ത് വരുന്നുണ്ട്, 80 വരുന്നുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് അറിയാം ഒന്നാമത്തെ സെക്ഷൻ്റെ എൻഡിൽ നോക്കിയേ ഒരു 80 kN ടെൻസൈൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ടെൻസൈൽ 80 ഉണ്ട്, ഒരു കംപ്രസീവ് 60 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെറ്റ് എഫക്റ്റീവായിട്ടുള്ള ലോഡ് എത്ര വരും, 20 kN. അങ്ങനെ രണ്ടാമത്തെ സെക്ഷനിൽ
ടെൻസൈലായിട്ട് ഒരു 20 കിലോ ന്യൂട്ടൺ വരും. ദെൻ അതിന് ഈക്വലായിട്ട് അവിടെ 10 കിലോ ന്യൂട്ടൺ എന്ത് വരും, അടുത്ത എൻഡിലും വരും. ഓക്കെ. ദെൻ മൂന്നാമത്തെ സെക്ഷൻ്റെ 60 കിലോ ന്യൂട്ടൺ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ വാല്യൂ നമുക്ക് 60 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമുക്കത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എച്ച് = 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അങ്ങനെ സിഗ്മ എച്ച് = 0 ചെയ്യുന്ന സമയത്ത് 80-60 കംപ്രസീവാണ്, അപ്പോൾ നെഗറ്റീവ്. ദെൻ 40 ടെൻസൈലാണ്. അപ്പോൾ 80 - 60 + 40 - P4 = 0. നമുക്ക് P4ൻ്റെ വാല്യൂ 60 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ 60 കിലോ ന്യൂട്ടൺ ടെൻസൈലായതുകൊണ്ട് അതിന് ഈക്വലായിട്ട് എന്ത് ചെയ്യും, അതർ എൻഡിലും 60 തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലോഡുകളെല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇതിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകണം. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് P1L1/A1E1. അപ്പോൾ അതിൽ പി എന്ന് പറയുന്നത് ലോഡാണ്, അതിൽ 80 കിലോ ന്യൂട്ടൺ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 600 mm ആണ്, 600 mm ആണ്. ദെൻ എ എന്ന് പറയുന്നത് 1600 mm² ആണ്. ദെൻ ഈ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 0.15 mm എന്ന് കിട്ടി. ദെൻ രണ്ടാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് Δ2 = P2L2/A2E2 വരും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.089 mm എന്ന് കിട്ടും. അതായിരിക്കും അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യുക. അതിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്, 60 കിലോ ന്യൂട്ടൺ ആണ്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ തേർഡ് സെക്ഷൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 0.75 mm കിട്ടും. ഓക്കെ. അപ്പോൾ ടോട്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് Δ1 + Δ2 + Δ3 ആയിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 0.989 mm എന്ന് കിട്ടും. ഓക്കെ. ഇതാണ് നമ്മളുടെ പ്രോബ്ലം. ഇനി വരുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ.